ബോധപൂർവം SDP ഉണ്ടാക്കിയ ഒരു പ്രശ്നം തന്നെയാണ് ഈ വിഷയം. പക്ഷേ ആ പിതാവിനെ ബോധ്യമായി നിലവിലെ നിയമങ്ങൾ, ആ നിയമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് 2018-ലും അതിനുശേഷം ഇപ്പോൾ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കേസിലും കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഒരിക്കലും തങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഹിജാബ് അവിടെ അനുവദിക്കാൻ ഇട്ടുകൊണ്ട് കയറാൻ ഒരു തരത്തിലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അവർ സ്കൂൾ പറയുന്ന രീതിയിൽ പോയിക്കൊള്ളാമെന്ന് സമ്മതിക്കുന്ന വേളയിൽ ശിവൻകുട്ടി സാർ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ അദ്ദേഹം ജയിച്ച നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉണ്ടായ SDP-യുടെ പ്രഷർ കാരണം അദ്ദേഹം മലക്കം മറിയുകയും ഒരു വ്യക്തമായ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാതെ ഈ ജില്ലയിൽ നിന്നും ഈ തരം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം എടുത്തു ചാടി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇന്നലെ തീരേണ്ടിയിരുന്ന വിഷയം വീണ്ടും ആളിക്കത്തിച്ച് ഇപ്പോൾ സ്കൂൾ അധികൃതരും മന്ത്രിയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ചെറിയ വിഷയമല്ല. ശിവൻകുട്ടി സാറ് നിയമപരമായി ഇച്ചിരി ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും. കാരണം ഇത് ഭരണഘടനാ ലംഘനവും നിയമപ്രശ്നവും തന്നെയാണ്.